മേരീസ് സൺഡേ സ്കൂളിൻ്റെ 2024-25 അധ്യയന വർഷത്തെ വിശ്വാസ ജീവിത പരിശീലന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ലൂക്ക 2:52. മാമോദീസ തൊട്ടിയിൽ ജനിച്ച് കൂദാശകൾ സ്വീകരിച്ച് വളർന്നു വരുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും സഭാമാതാവ് കാണുന്ന സ്വപ്നവും ഇത് തന്നെയാണ്. ഓരോ പിതാവിനും മാതാവിനും തൻ്റെ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹവും ഇത് തന്നെ. ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് അവരെ സഹായിക്കുന്ന വേദിയാണ് വിശ്വാസ ജീവിത പരിശീലന രംഗം. അതിനായി കുടുംബങ്ങളെ സഹായിക്കുവാൻ നമ്മുടെ രൂപത ഈ വർഷം ധ്യാന വിഷയമായി എടുത്തിരിക്കുന്നത് കൃപ നിറഞ്ഞ ബാല്യം, ആത്മപൂരിത യൗവനം എന്ന ആശയമാണ്. ഈശോ എന്ന ദൈവിക വ്യക്തിത്വത്തെ അടുത്തറിയാനും അനുഭവിക്കാനും സഹായിക്കുന്ന ഒരു ജീവിതശൈലിയായി മാറണം. ഈശോയുടെ സാന്നിധ്യം അറിഞ്ഞും അനുഭവിച്ചും ജീവിക്കുന്നവർക്കാണ് ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ സാധിക്കുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന കരുണാപുരം സെന്റ് മേരീസ് ഇടവകയുടെ 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. വിശ്വാസ ജീവിത പരിശീലന ആരംഭം. ഈ വർഷത്തെ വിശ്വാസ ജീവിത പരിശീലന പ്രവർത്തനങ്ങൾക്ക് 26/5/2024 ആരംഭം കുറിച്ചു. 9-15 AM സപ്ര നമസ്കാരത്തോടെ ആഘോഷമായ വിശുദ്ധ കുർബാന. എത്രയും ദയുള്ള മാതാവേ, ജൂബിലി ഗാനം. പരിശുദ്ധാത്മഗീതത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോസഫ് ആലപ്പാട്ട് ദീപം നൽകി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു. സൺഡേ സ്കൂളിൽ ഈ വർഷം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ആനിമേറ്റേഴ്സ് പ്രഥമാധ്യാപക സ്റ്റാഫ് സെക്രട്ടറി മീറ്റിംഗ്. 25/5/2024 കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെന്ററിൽ വെച്ച് നടന്ന ആനിമേറ്റേഴ്സ് HM മീറ്റിംഗിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് ഹെഡ് മാസ്റ്റർ റോയ് സാർ പങ്കെടുത്തു. 25 വർഷം പൂർത്തിയായ അധ്യാപകർക്കുള്ള മെമൻഡോ അഭിമന്യ ഉളിക്കൽ പിതാവിൽ നിന്നും ജോർജ് സാർ ഏറ്റുവാങ്ങി. 9/6/2024 ഇടവകയുടെ സ്നേഹസമ്മാനം ജോർജ് സാറിന് നൽകി. സപ്ര നമസ്കാരവും വിശുദ്ധ കുർബാനയും അനുരഞ്ജന കൂദാശാസ്വീകരണവും. എല്ലാ ഞായറാഴ്ചകളിലും സപ്ര നമസ്കാരത്തോടുകൂടെ 9:15 AM തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. സപ്രയ്ക്ക് ശേഷം ആഘോഷമായ വിശുദ്ധ കുർബാന ദിവ്യബലി അർപ്പണത്തിൽ അധ്യാപകരും കുട്ടികളും സജീവമായി പങ്കുചേരുന്നു. മാസത്തിലൊരിക്കൽ അനുരഞ്ജന കൂദാശാസ്വീകരണത്തിനായി കുട്ടികൾ ശ്രദ്ധിക്കുന്നു. ഗായക സംഘം. ദിവ്യബലിയിലെ സജീവ ഭാഗഭാഗിത്വം ഉറപ്പുവരുത്തുവാൻ ഗായക സംഘം ശ്രദ്ധിക്കുന്നു. ഓർഗൻ വായിക്കുന്നതിലും കുട്ടികൾ തൽപരരാണ്. വായനകൾ. വിശുദ്ധ കുർബാനയിലെ 3 വായനകൾ സെന്റ് തോമസ് വിഭാഗത്തിലെ കുട്ടികൾ മുതൽ താഴോട്ട് ഡൊമിനിക് സാവിയോ വരെയുള്ള വിഭാഗങ്ങളിലെ കുട്ടികൾ മാറി മാറി നടത്തിവരുന്നു. വായിക്കേണ്ട ഭാഗങ്ങൾ മുൻകൂട്ടി വായിച്ചൊരുങ്ങുന്നതിന് അധ്യാപകർ സഹായിക്കുന്നു. സ്കൂൾ അസംബ്ലി. എല്ലാ ഞായറാഴ്ചകളിലും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും ഹെഡ് മാസ്റ്ററിൻ്റെയും നേതൃത്വത്തിൽ അസംബ്ലി നടത്തിവരുന്നു. കുട്ടികൾക്കുള്ള അറിയിപ്പുകൾ. പൊതുവായ നിർദ്ദേശങ്ങൾക്ക് ശേഷം കുട്ടികളുടെ പ്രതിജ്ഞയും അധ്യാപകരുടെ പ്രാർത്ഥനയും നടത്തി എല്ലാവരും ക്ലാസ്സുകളിലേക്ക് പോകുന്നു. സ്റ്റാഫ് കൗൺസിൽ. എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ്സിന് ശേഷം ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നൂതന ആശയങ്ങൾ ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ പങ്കുവച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. ദുഃഖറാന ഓർമ്മകൾ. അൽഫോൻസ കൂട്ടായ്മയിലെ കുട്ടികൾ സിസ്റ്റർ ജസ്മരിയ സിസ്റ്ററിൻ്റെയും സോണിയ ടീച്ചറിൻ്റെയും നേതൃത്വത്തിൽ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും സന്ദർശിച്ച അവരുടെ ദുഃഖറാനുഭവം വീഡിയോ ചെയ്ത് രൂപതയിലേക്ക് അയച്ച് സമ്മാനം നേടുകയും ചെയ്തു. SMCC ഓൺലൈൻ സെമിനാർ. SMCC ഓൺലൈൻ സെമിനാർ എല്ലാവരും പങ്കെടുക്കുകയും അനീഷ് സാർ എല്ലാ ദിവസത്തെയും ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി നൽകി. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അത് പരിശോധിച്ച് രൂപതയ്ക്ക് ലിസ്റ്റ് കൊടുത്തു. ജന്മദിന ഫീസ്റ്റ് ആഘോഷം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും നാമഹേതുക തിരുനാളും ജന്മദിനങ്ങളും ആശംസകൾ അറിയിച്ച് മധുരം പങ്കുവച്ച് സമുചിതമായി ആഘോഷിച്ചു വരുന്നു. അൾത്താര ബാലസഖ്യം നമ്മുടെ ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, പരിശീലനങ്ങൾ നൽകുന്നതിന് ബഹുമാനപ്പെട്ട ജോസച്ചനും ആൻഡ് ഗ്രേസും ശ്രദ്ധിക്കുന്നു. മരിയൻ തീർത്ഥാടനം. ഉപ്പുതറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലേക്ക് നടന്ന മരിയൻ തീർത്ഥാടനത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നും 9ാം ക്ലാസ്സിലെ കുട്ടികൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും സിസ്റ്റർ ജസ്മരിയയുടെയും റോയ് സാറിൻ്റെയും നേതൃത്വത്തിൽ പങ്കെടുത്തു. ഓർഡിനേഷൻ. ഡീക്കൻ വർഗീസ് കാരിക്ക് 10/8/2024 നടന്ന ഓർഡിനേഷൻ മതാധ്യാപകരെ ഏൽപ്പിച്ചിരുന്ന ചുമതലകളെല്ലാം കൃത്യമായി നിറവേറ്റി. നവവൈദികന് സ്വീകരണം. 18/8/2024 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ആലപ്പാട്ട് ഉന്നേലച്ചൻ്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടി. സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന
ബഹുമാനപ്പെട്ട ജയമോഹൻ അച്ഛന് പ്രാർത്ഥനാശംസകൾ അർപ്പിച്ച് മെമൻറ്റോ നൽകി. തുടർന്ന് ക്ലാസ്സിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അധ്യക്ഷതയിൽ അധ്യാപകർ ഒരുമിച്ച് കൂടി ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ച് മധുരം പങ്കുവച്ച് പ്രാർത്ഥനാ വാഗ്ദാനത്തോടെ പിരിഞ്ഞു. തയ്യാറാക്കൽ 11ാം ക്ലാസ്സിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനായി അജീഷ് സഹോദരൻ്റെ നേതൃത്വത്തിൽ 11ാം ക്ലാസ്സിലെ കുട്ടികൾ നെടുങ്കണ്ട സ്നേഹാശ്രമം സന്ദർശിക്കുകയും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അവർ ചെറിയൊരു സംഭാവനയും നൽകിയാണ് തിരിച്ചു പോന്നത്. അൽഫോൻസ ദിനാചരണം 28/9/2024 ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് പ്രയാണ സ്വീകരണവും വണക്കവുമായിരുന്നു. അതിനുശേഷം 7 കുഞ്ഞ് അൽഫോൻസാമാരും കൊച്ചുകുട്ടികളും വിവിധ കലാപരിപാടികളും അൽഫോൻസാമ്മയുടെ ജീവചരിത്രക്കുറിപ്പുകളും എല്ലാം വളരെ അവസാനം മിഷൻ ലീഗ് ആനിമേറ്റർ സിസ്റ്റർ ജെസ് മരിയ SH അതിനെ ആദരിക്കുന്ന ചടങ്ങും ഏറ്റവും മനോഹരമായിരുന്നു. ബൈബിൾ കലോത്സവം 18/8/2024 ഇടവക രചനാ മത്സരവും കലാമത്സരങ്ങളും നടത്തി. ഇടവകയിൽ നടത്തിയ ബൈബിൾ കലോത്സവത്തിൽ വിജയികളായ കുട്ടികൾ 16/9/2024 നടത്തിയ രചനാ മത്സരത്തിലും 21/9/2024 കലാമത്സരങ്ങളിലും ദൃശ്യാവതരണത്തിലും പങ്കെടുത്തു. സെൻറ് തോമസ് വിഭാഗം ജോയൽ പാറയിൽ ഫസ്റ്റ് ബൈബിൾ പാരായണം കരസ്ഥമാക്കി. ലോഗോസ് കിസ് 29/9/2024 നടത്തിയ ലോഗോസ് ക്വിസ് പരീക്ഷയിൽ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. 7 അമ്മമാരും പങ്കെടുത്തു. മിഷൻ സന്ദേശം 13/10/2024 ദിവ്യബലിക്ക് ശേഷം കുട്ടികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് അധ്യാപകരുടെ നേതൃത്വത്തിൽ കൂട്ടായ്മകളിലെ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് കുശലാന്വേഷണം നടത്തി സംഭാവനകൾ സ്വീകരിച്ച് തിരിച്ചു പോന്നു. ലൈബ്രറി ഉപയോഗം ലൈബ്രറി പുസ്തകങ്ങൾ അതത് ക്ലാസ്സുകളിൽ തന്നെ റൗണ്ട് ചെയ്ത് വായിച്ചു വരുന്നു. പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ അവർ ലൈബ്രറിയിൽ പോയി എടുക്കുന്നു. അവർ എടുക്കുന്ന പുസ്തകത്തിൽ നോട്ട് അതത് ടീച്ചേഴ്സ് നോക്കുന്നു. ഹെഡ് മാസ്റ്റേഴ്സ് മീറ്റിംഗ് 16/10/2024 നടന്ന ഹെഡ് മാസ്റ്റർമാരുടെ ഓൺലൈൻ മീറ്റിംഗിൽ നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് റോയ് സാർ പങ്കെടുത്തു. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി പുളിയൻമലയിൽ വെച്ച് ശനി ഞായർ ദിവസങ്ങളിലായി നടന്ന ലൈഫ് ലൈൻ പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടികൾ റോയ് സാറിൻ്റെ നേതൃത്വത്തിൽ പങ്കെടുത്തു. വിശ്വാസ പരിശീലന മണിക്കൂർ രൂപതയിൽ നിന്ന് നൽകുന്ന വിശ്വാസ പരിശീലന മണിക്കൂർ എല്ലാ കുട്ടികളും പ്രയോജനപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സുഹൃദജീവം, പൊതുവിജ്ഞാനം, നമസ്കാരം, വായനകൾ, ഓർമ്മിക്കാൻ തുടങ്ങിയവ. ടീൻ ഫെസ്റ്റ് ഒക്ടോബർ 26-27 11ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നെറ്റിത്തൊഴിയിൽ വെച്ച് നടക്കുന്ന ടീൻ ഫെസ്റ്റിൽ പ്രോഗ്രാമിൽ നമ്മുടെ ഇടവകയിലെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. ആനിമേറ്റേഴ്സ് വിസിറ്റ് 27/10/2024 ശ്രീ ഷാജി കണ്ണാങ്കുഴിയിൽ സാറും ചെല്ലാർകോവിലച്ചും ശ്രീ വരട്ടയിൽ സാറും നമ്മുടെ സൺഡേ സ്കൂൾ സന്ദർശിക്കുകയും റെക്കോർഡുകൾ പരിശോധിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. ജോർജ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘത്തെ പ്രശംസിച്ചു. ലൈബ്രറി പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന രീതി അഭിനന്ദനമർഹിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. മതാധ്യാപക ദിനം നവംബർ 4 മതാധ്യാപക ദിനം 3/11/2024 മതാധ്യാപക ദിനമായി ആചരിച്ചു. കുട്ടികൾ പൂക്കൾ നൽകി അധ്യാപകരെ ആശംസകൾ അറിയിച്ചു. മിഷൻ കിസ് 11/11/2024 കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെൻറ്ററിൽ വെച്ച് നടന്ന മിഷൻ കിസിൽ നോയൽ പാറയിൽ, റോസ്മേരി അഞ്ചക്കുന്നത്ത്, ജോയൽ കുമ്പിക്കൽ എന്നീ കുട്ടികൾ പങ്കെടുക്കുകയും 4ാം റൗണ്ട് വരെ എത്തി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. മാർ മാത്യു മെമ്മോറിയൽ കാറ്റഗറ്റിക്കൽ സിമ്പോസിയം 23/11/2024 പാസ്റ്റർ സെൻറ്ററിൽ വെച്ച് നടന്ന മാർ മാത്യു മെമ്മോറിയൽ കാറ്റഗറ്റിക്കൽ സിമ്പോസിയത്തിൽ സ്റ്റാഫ് സെക്രട്ടറി പങ്കെടുത്തു. മിഷൻ ഏഞ്ചൽസ് 1/12/2024 കുട്ടികൾക്കും അധ്യാപകർക്കുള്ള മിഷൻ ഏഞ്ചൽസിനെ കുറിയിട്ട് തീരുമാനിക്കുകയും അവർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. 29/12/2024 മിഷൻ ഏഞ്ചൽസിനെ വെളിപ്പെടുത്തി സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. ജൂബിലി വർഷാരംഭം 22/12/2025 ബഹുമാനപ്പെട്ട ജോസഫ് ആലപ്പോട്ട് ഉന്നലച്ചൻ്റെ ജൂബിലി വർഷാരംഭം. ബഹുമാനപ്പെട്ട അച്ഛന് ആശംസകൾ നേർന്ന് പൂക്കൾ നൽകി. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സുവർണ ജൂബിലി വർഷത്തിന് ആരംഭം കുറിച്ചു. 7ാം ക്ലാസ്സിലെ കുട്ടികളും മിഷൻ ലീഗ് ഭാരവാഹികളും അനീഷ് സാറിൻ്റെയും മേഴ്സി ടീച്ചറിൻ്റെയും ജിസ്മരി അസിസ്റ്റൻ്റെയും നേതൃത്വത്തിൽ 26/1/2025 നടന്ന നിലയ്ക്കൽ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു.
ഫെയർവെൽ 2/2/2025. ഡിപ്ലോമ 2ാം വർഷക്കാർ അവരുടെ വിശ്വാസ പരിശീലന ജീവിതത്തിൻ്റെ അവസാന ദിവസം 2/2/2025 ആഘോഷമാക്കി. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ 12ാം ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് കൂടി ആശംസകൾ നേർന്ന് മധുരം പങ്കുവച്ച് അവസാന ദിനം സമുചിതമായി ആഘോഷിച്ചു. വാർഷിക പരീക്ഷ 9/2/2025. 9/2/2025 1:30 PM മുതൽ 4 PM വരെ സെൻറ് തോമസ് വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് പരീക്ഷക്കാരുടെയും വാർഷിക പരീക്ഷ നടന്നു. ഉത്ഥാനോത്സവ പരിശീലനം 9/3/2025 കുമളി സെൻറ് തോമസ് ഫൊറോനിയിൽ വെച്ച് നടന്ന ഉത്ഥാനോത്സവ പരിശീലനത്തിൽ 12 അധ്യാപകർ പങ്കെടുത്തു. 9:30 AM ആഘോഷമായ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച പരിശീലന പരിപാടി 3:30 PM അവസാനിച്ചു. മിഷൻ ലീവ് ഫൊറോന തെരഞ്ഞെടുപ്പ് 16/3/2025 അണക്കരയിൽ വെച്ച് ചേർന്ന മിഷൻ ലീവ് ഫൊറോന തെരഞ്ഞെടുപ്പിൽ യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുക്കുകയും അൻസിറ്റ വീരാളശ്ശേരിയിൽ ഫൊറോന ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഉത്ഥാനോത്സവം 16/3/2025 ബഹുമാനപ്പെട്ട ആലപ്പാട്ട് കുന്നേലച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ജോസ് ചവറപ്പുഴ അച്ഛൻ്റെയും നേതൃത്വത്തിൽ സ്റ്റാഫ് മീറ്റിംഗ് കൂടി ഉത്ഥാനോത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിച്ചു. മാർച്ച് 31, ഏപ്രിൽ 1, 2, 3 തീയതികളിലായി നടത്തുവാൻ തീരുമാനിച്ചു. 3-ാം തീയതി സൺഡേ സ്കൂൾ വാർഷികം നടത്താനും തീരുമാനിച്ചു. 25 ഉത്ഥാനോത്സവം മാർച്ച് 31-ാം തീയതി ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ആലപ്പാട്ട് കുന്നേലച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ചവറപ്പുഴയച്ഛൻ്റെയും നേതൃത്വത്തിൽ ഈ വർഷത്തെ ഉത്ഥാനോത്സവം നടന്നു വരുന്നു. കൈക്കാരന്മാരും രക്ഷിതാക്കളും മാതാക്കളും ഉത്ഥാനോത്സവത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദിയുടെ ഒരു വാക്ക്. ഈ അധ്യയന വർഷത്തെ സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോസഫ് ആലപ്പാട്ട് കുന്നേലച്ഛനെയും ഇപ്പോൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ജോസ് ചവറപ്പുഴ അച്ഛനെയും മതാധ്യാപകരെയും ഒത്തിരി നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാറ്റിലും ഉപരി എല്ലാ നന്മകളുടെയും ദാതാവായ നല്ല ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.